الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ, സർവലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അത്തരത്തിൽ അല്ലാഹുവിനെ മാത്രം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അവൻ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ഏറെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നമ്മുടെ നാടുകളിൽ നിന്നും പോയ ആളുകൾ അവർ ഹജ്ജിൻ്റെ ആരംഭത്തിന് വേണ്ടി ഇന്ന് മിനായിലേക്ക് പുറപ്പെടുകയും ഇനി അങ്ങോട്ടുള്ള ചില ദിവസങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ട അതിൻ്റെ അനുബന്ധ കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ്. ഹജ്ജിന് പോകാതെ അതല്ലെങ്കിൽ ഈ പ്രാവശ്യം ഹജ്ജിൽ പങ്കെടുക്കാൻ കഴിയാത്ത നമ്മളെപ്പോലെയുള്ള ആളുകൾ അറഫ ദിനത്തെയും ബലിപെരുന്നാളിനെയും ബലി അറിവിനെയും ഒക്കെ കാത്തിരിക്കുന്ന സന്തോഷം നിറഞ്ഞ ഒരു സമയത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ദുൽഹിജ്ജ മാസത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞിരുന്ന കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ ഖുതുബയിൽ അതിൻ്റെ അവസാനമായി സൂചിപ്പിച്ച കാര്യങ്ങളും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതുമായ ചില സംഗതികളുമാണ് ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ദുൽഹിജ്ജ മാസത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ പരിശുദ്ധമായ ഖുർആൻ സത്യപ്പെടുത്തുകയും
പരിപാവനമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൻ്റെ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങളെല്ലാം ഒരുമിക്കുകയും സൽപ്രവർത്തനങ്ങൾക്ക് ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ. മാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ള നരകവാസികളായ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് പരിശുദ്ധമായ ഈ പവിത്രമാക്കപ്പെട്ട ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ഈ ദിനരാത്രങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ സംസാരിച്ചു വെച്ച ഒരു വിഷയമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹജ്ജത്തുൽ വദാഇന്റെ ഖുതുബയിലൂടെ നിർവഹിച്ച ലോകത്താകമാനമുള്ള മനുഷ്യർക്ക് നൽകിയ വലിയ ഒരു സമത്വത്തിന്റെ, നീതിയുടെ, തുല്യതയുടെ വലിയ പാഠം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത, ഈ ലോകത്തിന് മുമ്പാകെ ഇസ്ലാം എന്ന മതത്തിന്റെ പ്രത്യേകതകളും സവിശേഷതകളും വിളിച്ചോതിയ ദിനരാത്രങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിന്റെ ഈ 10 ദിനരാത്രങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന്റെ ഖുതുബയിലേക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രവാചകൻ തന്റെ മുമ്പിലിരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന, പതിനായിരക്കണക്കിന് വരുന്ന സ്വഹാബത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച സംസാരം, സ്വഹാബ, അടുത്ത ഒരു വർഷം നിങ്ങളെ ഇങ്ങനെ അഭിമുഖീകരിക്കാൻ, ഈ സ്ഥലത്ത് നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ഉണ്ടാകുമോ എന്നറിയില്ല. തന്റെ മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിന് മുമ്പിൽ വെച്ചു കൊടുത്തിട്ടാണ് പ്രവാചകൻ ആ സമൂഹത്തോട് സംസാരിക്കുന്നത്. യാ യുഹന്നാസ്, മനുഷ്യരെ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുള്ള സന്ദേശമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിക്കുന്നു, യാ യുഹന്നാസ്, മനുഷ്യരെ, അലാ, നിങ്ങൾ അറിയണം, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഏകനാണ്. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ഈ ലോകത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന, മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്ത റബ്ബുണ്ടല്ലോ, ഹൈന്ദവനെയും മുസൽമാനെയും ക്രൈസ്തവനെയും ജൂതനെയും സിഖ് മതക്കാരനെയും ജൈനമതക്കാരനെയും ബുദ്ധമതക്കാരനെയും എല്ലാവരെയും സൃഷ്ടിച്ച റബ്ബ്, ആ റബ്ബ് ഏകനാണ്. അലാ ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ ഉപ്പയും ഒന്നാണ്. വകുല്ലുക്കും മിൻ ആദം, എല്ലാവരും ആദമിൽ നിന്നുള്ളവരാണ്. വ ആദം മിൻ തുറാബ്, ആദമാകട്ടെ മണ്ണിൽ നിന്നുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്ന് റസൂൽ നിർത്തിയില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, അലാ ലാ ഫദ്ല ലി അറബിയ്യിൻ വലാ അജമിയ്യിൻ. നമ്മൾ സൂചിപ്പിച്ചതാണ്, നമ്മൾ കേട്ട ഖുതുബയാണ്, നമ്മൾ പലപ്പോഴും പല ക്ലാസ്സുകളിലും പല ഇടങ്ങളിൽ നിന്നും വായിച്ചതും മനസ്സിലാക്കിയതുമായിട്ടുള്ള സന്ദേശങ്ങളാണ്. ഒരു അറബിക്ക് അനറബിയെക്കാളോ, വലാലി അജമിയ്യിൻ അലാ അറബിയ്യിൻ, ഒരു അനറബിക്ക് അറബിയെക്കാളോ ഒരു ശ്രേഷ്ഠതയും അള്ളാന്റെ അടുക്കലില്ല. വെളുത്തവന് കറുത്തവനെക്കാളോ, കറുത്തവന് വെളുത്തവനെക്കാളോ ഒരു ശ്രേഷ്ഠതയും അള്ളാന്റെ അടുക്കലില്ല. ഇല്ലാ ബിത്തഖ്വൽ ഖുലൂബ്, അവന്റെ ഹൃദയത്തിലുള്ള തഖ്വയുടെ അടിസ്ഥാനത്തിൽ. ആർക്കാണോ തഖ്വ കൂടുതലുള്ളത്, ആരാണോ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത്, ആരാണോ ഹൃദയവിശുദ്ധിയോടുകൂടെ അള്ളാഹുവിങ്കലേക്ക് അടുക്കുന്നത്, അവർക്കാണ് പടച്ച റബ്ബിന്റെ അടുക്കൽ ശ്രേഷ്ഠത. മറ്റുള്ളവർക്ക് മറ്റുള്ള പരിഗണനീയമായിട്ടുള്ള സാഹചര്യങ്ങളോ അതല്ലെങ്കിൽ വസ്തുക്കൾ കൊണ്ടോ പ്രത്യേകമായ ഏതെങ്കിലും ഒരു സന്ദർഭങ്ങൾ കൊണ്ടോ പടച്ച റബ്ബിന്റെ അടുക്കൽ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരാളും തന്നെ ഇല്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ഖുതുബ ഞാനതിന്റെ പൂർണ്ണമായ രൂപം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് കടമകളും കടപ്പാടുകളും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കടമകൾ, ഭാര്യമാരുടെ വിഷയത്തിൽ ഭർത്താക്കന്മാർക്ക് ശക്തമായ ഉപദേശം കൊടുത്ത ഒരു ഖുതുബയായിരുന്നു ഹജ്ജത്തുൽ വദാഇലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു ഖുതുബ. ഭാര്യമാരോട് തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഭർത്താക്കന്മാരുടെ വിഷയത്തിൽ ഭാര്യമാര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മക്കളുടെ വിഷയത്തിൽ മാതാപിതാക്കളോട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മാതാപിതാക്കളോടുള്ള കടമകൾ, പരസ്പരമുള്ള മാനുഷികമായിട്ടുള്ള കടമകളും ബാധ്യതകളും, വിശ്വാസികൾ തമ്മിലുള്ള ബാധ്യതകൾ, ഇങ്ങനെ മനുഷ്യകുലത്തിന്റെ കടമകളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും ബാധ്യതകളെക്കുറിച്ചുമൊക്കെ, അതുപോലെ തന്നെ ബന്ധത്തിന്റെ പവിത്രതകളെക്കുറിച്ചുമൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ച
അതിമനോഹരമായ ഒരു ഖുതുബയായിരുന്നു പ്രവാചകന്റെ ആ വിടവാങ്ങൽ പ്രസംഗം എന്നറിയപ്പെട്ട ഖുതുബ. പ്രിയപ്പെട്ടവരെ, നമ്മളത് വായിക്കണം. ഞാനത് മുഴുവൻ വായിക്കാൻ ഉദ്ദേശിക്കാത്തത് ഇനിയും ചില കാര്യങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യവും സന്ദർഭവുമായി കൊണ്ട് ദുൽഹിജ്ജ മാസത്തിനോടനുബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ ഇന്റർനെറ്റ് സംവിധാനങ്ങളും മറ്റുള്ള സംവിധാനങ്ങൾക്ക് ഉപയോഗിച്ച് അത് വായിക്കുവാനും പഠിക്കുവാനും അതിന്റെ ഉപദേശത്തിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നമ്മളിലേക്ക് ഇനി വരാനിരിക്കുന്ന ഒരു ദിവസമാണ് അറഫ ദിനം എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ പല സംശയങ്ങൾക്കും വകതിരിവുള്ള, പല സംശയങ്ങൾക്കും വകവെച്ചു കൊടുക്കാറുള്ള ഒരു സംഗതിയാണ് അറഫാ ദിനവും അറഫാ ദിനവുമായി ബന്ധപ്പെട്ട അറഫാ നോമ്പും. അതൊക്കെ എപ്പോഴാണ് അനുഷ്ഠിക്കേണ്ടത്, അതല്ലെങ്കിൽ എന്താണ് അറഫാ നോമ്പിന്റെ ശ്രേഷ്ഠത, എന്താണ് അറഫാ ദിനത്തിന്റെ പ്രത്യേകത എന്നുള്ള സംഗതികളൊക്കെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രവാചകനെ കുറിച്ച് അവിടുന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ ബഅദി അസ്വാജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാലത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില ഭാര്യമാരിൽ നിന്ന് ചില ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അദിൽ ഹിജ്ജ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹിജ്ജ മാസത്തിന്റെ 9-ന് അല്ലാഹുവിന്റെ റസൂൽ നോമ്പെടുക്കുമായിരുന്നു. വയൗമ ആശുറ, അതേപോലെ തന്നെ ആശുറയുടെ നോമ്പും മുഹറം 10ന്റെ നോമ്പും അല്ലാഹുവിന്റെ റസൂൽ എടുക്കുമായിരുന്നു. വസലാസത അയ്യാമിൻ മിൻ കുല്ലി ഷഹ്രിൻ, ഓരോ അറബ് മാസത്തിലെയും 3 ദിവസങ്ങൾ, അറബ് മാസത്തിലെ 13ഉം 14ഉം 15ഉം അടക്കമുള്ള 3 ദിവസങ്ങൾ, അയ്യാമുൽ ബീദ് എന്ന പേരിൽ അറിയപ്പെട്ട 3 ദിവസങ്ങൾ എല്ലാ അറബ് മാസത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. അവ്വൽ ഇസ്തിനൈനി മിൻ ഷഹ്രി വൽ ഖമീസ്, അതുപോലെ തന്നെ ഓരോ മാസങ്ങളിലും തിങ്കളാഴ്ചകളിലെയും വ്യാഴാഴ്ചകളിലെയും നോമ്പുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് പ്രവാചകന്റെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അറഫയുടെ അതല്ലെങ്കിൽ ദുൽഹിജ്ജ 9-ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പനുഷ്ഠിച്ചിരുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് ദുൽഹിജ്ജ 9-ന് നോമ്പനുഷ്ഠിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത്? നമ്മൾ വിചാരിച്ചു വെച്ചൊരു ധാരണയുണ്ട്. പലപ്പോഴും ആ ധാരണയാണ് നമ്മളെ പല വസ്വാസുകളിലേക്കും നമ്മുടെ ചിന്തയെ പല സംശയങ്ങളിലേക്കും പല ഇഷ്കാലുകളിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ആ ഒരു ചിന്തയാണ്, ആ ചിന്തയാണ് നമ്മൾ വിചാരിച്ചു വെച്ച വിചാരമാണ് അറഫയിൽ നിൽക്കുന്ന ഹാജിമാരായ ആളുകൾക്കുള്ള ഐക്യദാർഢ്യമാണ് യഥാർത്ഥത്തിൽ അറഫ നോമ്പ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ദുൽഹിജ്ജ 9 എന്ന ദിവസത്തിന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നൽകിയ പേരാണ് യൗമു അറഫ, അറഫ ദിനം എന്നുള്ളത്. ദുൽഹിജ്ജ 10-ന് ഇസ്ലാം നൽകിയ പേരാണ് യൗമുൻ നെഹർ, ബലിയുടെ ദിവസം എന്നുള്ളത്. ദുൽഹിജ്ജ 11-നും 12-നും 13-നും അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം നൽകിയ പേരാണ് അയ്യാമുത്ത തശ്രീഖിന്റെ ദിവസങ്ങൾ എന്നുള്ളത്. ദുൽഹിജ്ജ 9-ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്ന് വിശുദ്ധമായ പ്രവാചകന്റെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വസുഇല അൻ സൗമി യൗമി അറഫ, അറഫ ദിവസത്തിന്റെ നോമ്പിനെ കുറിച്ച് പ്രവാചകനോട് ചോദിക്കപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യുകഫിറു സനതൽ മാളിയ വൽ ബാഖിയ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഒരു നോമ്പാണ് അറഫ ദിനത്തിലെ നോമ്പ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നാ അറഫ നോമ്പ് എടുക്കേണ്ടത്? ഹാജിമാർ അറഫയിൽ സംഗമിക്കുന്ന ദിവസമാണോ? അല്ല. ഹാജിമാർ അറഫയിൽ സംഗമിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ ഇവിടുത്തെ മാസപ്പിറ അടിസ്ഥാനത്തിൽ ദുൽഹിജ്ജ, നമുക്ക് ദുൽഹിജ്ജ 8-നാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നോമ്പെടുക്കാൻ സാധിക്കുക? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാസപ്പിറയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്കറിയാം. ഒരുപാട് ചർച്ചകളും സംശയങ്ങളും ഒരുപാട് വസ്വാസുകളും നമുക്കിടയിൽ നിൽക്കുന്ന ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ മാസപ്പിറയുടെ വിഷയം. ഒരുപാട് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ, ഒരുപാട് സംഘടന സങ്കുചിതമായ ചിന്തയുടെ അഭിപ്രായങ്ങൾ, ഒരുപാട് പക്ഷപാതിത്വത്തിന്റെ അഭിപ്രായങ്ങൾ, ഒരുപാട് അസബിയത്തിന്റെ അഭിപ്രായങ്ങൾ, അവനവന്റെ പണ്ഡിത സഭയും അവനവന്റെ പണ്ഡിതന്മാരും
അവനവൻ പഠിച്ചു വെച്ച അവനവന്റെ ചിന്തയും മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവർ. യഥാർത്ഥത്തിൽ മാസപ്പിറവി അടിസ്ഥാനം എന്താണ്? നമ്മുടെ കണ്ണുകൊണ്ട് അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന മാസപ്പിറവിയെ അവലംബപ്പെടുത്തിയാണ് നമ്മുടെ നോമ്പ് സ്വീകരിക്കലും അതേപോലെ തന്നെ ചെറിയ പെരുന്നാളും അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസത്തിന്റെ പിറവിയും അതുപോലെ തന്നെ മുഹറം മാസത്തിന്റെ പിറവിയും നമ്മൾ അനുഷ്ഠിക്കേണ്ടതും നമ്മൾ സ്വീകരിക്കേണ്ടതും നമ്മുടെ പ്രദേശത്തിന്റെ കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ്. പല ആളുകളും പറയും ലോകത്ത് ഒന്ന് കണ്ടാൽ മതി, ഒരു മാസപ്പിറവി ലോകത്ത് എവിടെയെങ്കിലും കണ്ടാൽ മതി, അത് സ്വീകരിച്ചാൽ മതി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ശാസ്ത്രീയപരമായി ഒരുപാട് തെറ്റുകൾ ആ വിഷയത്തിലുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 1-2-3 ആഴ്ചകൾക്ക് മുമ്പ് 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സൂര്യഗ്രഹണം ലോകത്തിന്റെ ഒരു ഭാഗത്ത് സൂര്യന് ഗ്രഹണം ബാധിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുസ്ലിങ്ങളോട് പറഞ്ഞ കൽപ്പന എന്താണ്? സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. ആ ദൃഷ്ടാന്തങ്ങൾക്ക് ഗ്രഹണം സംഭവിക്കും. ഒരാളുടെ മരണം കൊണ്ടോ ഒരാളുടെ ജനനം കൊണ്ടോ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാകുന്ന സൂര്യനും ചന്ദ്രനും ഗ്രഹണം ബാധിക്കൂല. പ്രവാചകന്റെ ഒരു മകൻ മരണപ്പെട്ടപ്പോ അന്ന് സൂര്യന് ഗ്രഹണം ബാധിച്ചപ്പോ സ്വഹാബത്ത് പറഞ്ഞു, പ്രവാചകന്റെ മകൻ മരണപ്പെട്ടത് കൊണ്ടാണ് സൂര്യന് ഗ്രഹണം ബാധിച്ചത്. പ്രവാചകൻ തിരുത്തി, അല്ല കൂട്ടരെ, സൂര്യനും ചന്ദ്രനും എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ 2 ദൃഷ്ടാന്തങ്ങളാണ്. ആ ദൃഷ്ടാന്തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന സമയത്ത് ഗ്രഹണം ബാധിക്കും. അത് ഒരാളുടെ ജനനം കൊണ്ടോ ഒരാളുടെ മരണത്തിന്റെ സങ്കടം കൊണ്ടോ ഒരാളുടെ ജനനത്തിന്റെ ബറക്കത്ത് കൊണ്ടോ സംഭവിക്കുന്ന ഒരു സംഗതിയല്ല. അതുകൊണ്ട് അങ്ങനെ ഗ്രഹണം ബാധിച്ചാൽ, സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം ബാധിച്ചാൽ നിങ്ങൾ ആ ഗ്രഹണ നിസ്കാരം നിർവഹിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. ലോകത്ത് ഒരു മാസപ്പിറവി കണ്ടാൽ മതി എന്ന് പറയുന്നവർ, എന്ന് വാദിക്കുന്നവർ, എന്ന് വിശ്വസിക്കുന്നവർ, അതിനടിസ്ഥാനത്തിൽ ഇബാദത്തുകളെ ക്രമീകരിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, ലോകത്തൊരു സൂര്യന് ഗ്രഹണം ബാധിച്ചാൽ അപ്പൊ നമ്മൾ ഗ്രഹണ നിസ്കാരം നിസ്കരിക്കേണ്ടേ? വേണം. പക്ഷെ കഴിഞ്ഞ സൂര്യഗ്രഹണത്തിന്റെ സമയത്ത് ലോകത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് ഗ്രഹണം ബാധിച്ചപ്പോ നമ്മളെല്ലാം പുതപ്പെട്ട് മൂടി കിടന്നുറങ്ങുന്ന ആ സമയത്ത് ഗ്രഹണം ബാധിക്കുന്നത് നമ്മൾ ആരെങ്കിലും നിസ്കരിച്ചോ? ലോകത്തൊരു മാസപ്പിറവി കണ്ടാൽ മതി എന്ന് പറയുന്നവർ നിസ്കരിച്ചോ? ഉണ്ടാവൂല. കാരണം എന്താ? അതൊരിക്കലും നടക്കാൻ സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മാസപ്പിറവിയുടെ വിഷയത്തിൽ വരുമ്പോ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ പ്രദേശത്ത് കാണുന്ന പിറവി ഏതാണോ ആ പിറവിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇബാദത്തുകൾ നമ്മൾ ക്രമീകരിക്കേണ്ടത്. പ്രവാചകന്റെ ഹദീസുകളും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ കണ്ടാൽ നോമ്പനുഷ്ഠിക്കുക, നിങ്ങൾ കണ്ടാൽ മുറിച്ചു കളയുക, പെരുന്നാൾ ആഘോഷിക്കുക എന്നുള്ളതാണ്. അതാണ് മാസപ്പിറവി അടിസ്ഥാനമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി. അതേ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദുൽഹിജ്ജ മാസവും നമ്മൾ കണക്കാക്കേണ്ടത്. അതേപോലെ തന്നെയാണ് അറഫാ ദിനവും. അറഫാ ദിനം ലോകത്ത് ഹജ്ജിന് വേണ്ടി പോകുന്ന ഹാജിമാരായ ആളുകൾ അറഫയിൽ സംഗമിക്കുന്ന സമയത്താണ്, ദിവസത്തിലാണ് നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത് എങ്കിൽ ഒരിക്കലും ഒരു വർഷത്തിൽ ഒരിക്കൽ പോലും അറഫ നോമ്പെടുക്കാൻ കഴിയാത്ത പ്രദേശത്തുകാർ ലോകത്തുണ്ടായി പോകും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു സമയം പ്രഭാതമാക്കുമ്പോ മറുഭാഗത്ത് ഇരുട്ടാകുന്ന എത്രയെത്ര രാജ്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്. സൂര്യന്റെയും ചന്ദ്രന്റെയും ഗ്രഹങ്ങളുടെയും ഒക്കെ സ്വയമുള്ള കറക്കവും അതേപോലെ തന്നെ അതിന്റെ ഭ്രമണപഥങ്ങളുടെ തിരിയലുമൊക്കെ അതിനാസ്പദമാക്കിക്കൊണ്ട് നമ്മൾ നോക്കുമ്പോ ഒരിക്കലും അറഫയിൽ സംഗമിക്കുന്ന ഹാജിമാരായ ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കഴിയാത്ത മുസ്ലിങ്ങൾ ലോകത്തുണ്ടായി പോകും. അവരെങ്ങനെ അറഫ നോമ്പെടുക്കുക? അവരെങ്ങനെയാണ് ഹാജിമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കാഴ്ചപ്രകാരം ദുൽഹിജ്ജ 9 എന്നാണോ അന്നാണ് നമുക്ക് യൗമു അറഫ, അന്നാണ് സൗമു യൗമി അറഫ, അന്നാണ് അറഫ ദിനം നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. അതിനപ്പുറത്തേക്കുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ഡിതന്മാരുടെ പൂർണ്ണതയില്ലാത്ത തെളിവുകളും അതേപോലെ തന്നെ സംഘടനാ പക്ഷപാതിത്വവും അതേപോലെ തന്നെ പണ്ഡിതന്മാരുടെ അന്ധമായിട്ടുള്ള അനുകരണമൊക്കെ പലപ്പോഴും മുസ്ലിം സമൂഹത്തിൽ ഇത്തരത്തിലുള്ള തഖ്ലീദിന്, അന്ധമായ അനുകരണത്തിന് കാരണമായപ്പോ അവിടെയെല്ലാം പ്രമാണത്തിൽ നിന്നും പിന്മാറി പണ്ഡിതന്മാരുടെ വാക്കുകൾ സ്വീകരിക്കുന്നിടത്തേക്ക് മുസ്ലിം സമൂഹം മാറിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഇഷ്കാലുകളും ഇത്തരത്തിലുള്ള വസ്വാസുകളും മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നുകൂടിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ദുൽഹിജ്ജ 9 നോമ്പ് ഹാജിമാരായ ആളുകൾ അറഫയിൽ സംഗമിക്കുന്നു. അതല്ലാത്ത ഹജ്ജിന് പോകാത്തവർ അറഫ ദിനം എന്നാണോ, നമുക്ക് ദുൽഹിജ്ജ 9 എന്നാണോ ആ ദിവസം അവർ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക. അതാണ് അതിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അങ്ങനെ ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ ആ ദിവസത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമപ്രകാരം
പടച്ച റബ്ബിന്റെ കൽപ്പനകൾക്ക് വിധേയമാക്കി ഒരു മനുഷ്യൻ അറഫയിലെ ആ ദുൽഹിജ്ജ 9 അറഫ നോമ്പ് അനുഷ്ഠിച്ചാൽ അവന്റെ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന കഴിഞ്ഞുപോയതുമായ ഓരോ വർഷത്തെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുമെന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചത്. ഇതൊരു പ്രായോഗിക സംഗതി കൂടിയാണ്. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. 2 മണിക്കൂറിന്റെ വ്യത്യാസത്തിലാണല്ലോ നമ്മുടെ ടൈം ഷെഡ്യൂൾ സൗദി അറേബ്യയുമായിട്ടുള്ളത്. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലാണെങ്കിൽ അറഫയിൽ നിൽക്കുന്ന ഹാജിമാരായ ആളുകൾ അറഫയിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ അതിന്റെ ഒരു മൂർത്തമായ അതിന്റെ ഏറ്റവും അവസാന സമയത്തേക്ക് ആ വൈകുന്നേര സമയത്തേക്ക് എത്തുമ്പോൾ ഹാജിമാരായ ആളുകൾ അവിടെ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോട് നോമ്പ് തുറക്കുന്ന സമയമായിരിക്കും. എങ്ങനെയാണ് ഐക്യദാർഢ്യം ഒരു ഐക്യദാർഢ്യമാവുക? അത് നമ്മുടെ ചിന്തക്ക് വിധേയമാക്കുകയും പ്രമാണങ്ങൾക്ക് അടിസ്ഥാനത്തിൽ അത് മനസ്സിലാക്കുവാൻ നമ്മൾ ശ്രമിക്കുകയും വേണമെന്ന് ഈ ഒരു സാഹചര്യത്തിൽ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അറഫ ദിനത്തിന് വലിയ പ്രത്യേകതയുണ്ട്. ദുൽഹിജ്ജ മാസത്തിലെ 9 ദിവസങ്ങൾക്കും ആദ്യത്തെ 10 ദിവസങ്ങൾക്കുള്ള പ്രത്യേകതകളെ പോലെ ദുൽഹിജ്ജ 9-നും 10-നും അതേപോലെ ശേഷമുള്ള 3 ദിവസങ്ങൾക്കും വലിയ പ്രത്യേകതകളുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അഫ്ളലായ, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്ന് പറഞ്ഞാൽ അത് യൗമുൻ നഹ്റാൻ. യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 10-ന്റെ ദിവസമാണ്. സുമ്മ യൗമുൽ ഖർർ, പിന്നെ ഖർറിന്റെ ദിവസമാണ് യൗമുൽ ഖർറാൻ. യൗമുൽ ഖർർ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 11. ദുൽഹിജ്ജ 11 അയ്യാമുത്ത് തശ്രീഖിന്റെ ദിവസമാണ്. എന്താണ് അയ്യാമുത്ത് തശ്രീഖിന്റെ ദിവസങ്ങൾ പ്രത്യേകത? പ്രവാചകൻ പറഞ്ഞു, അയ്യാമുത്ത് തശ്രീഖി അയ്യാമുത്ത് തുഅ്മിൻ വദിക്രില്ല. അയ്യാമുത്ത് തശ്രീഖ് എന്ന് പറഞ്ഞാൽ തീറ്റയുടെ ദിവസമാണ്. വദിക്രില്ല, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കേണ്ട ദിവസങ്ങളാണ്. അല്ലാഹുവിനെ കുറിച്ച് കൂടുതലായി ഓർക്കാൻ, തക്ബീറുകൾ അധികരിപ്പിക്കാൻ, അല്ലാഹുവിന്റെ നാമത്തിൽ ബലി കഴിപ്പിക്കപ്പെട്ട മൃഗത്തിന്റെ മാംസം കഴിക്കാൻ, അതിലൂടെ പടച്ച റബ്ബിനെ ഓർക്കാൻ അല്ലാഹു നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളാണ് അയ്യാമുത്ത് തശ്രീഖിന്റെ ദിവസങ്ങൾ. ഖാല മറത്തൻ, എന്നൊരു പ്രവാചകൻ ഒരിക്കൽ കൂടെ ആവർത്തിച്ചു, അയ്യാമു അഖിൻ വശുർബിൻ, തീറ്റയുടെയും കുടിയുടെയും ദിവസമാണ് അയ്യാമുത്ത് തശ്രീഖിന്റെ ദിവസങ്ങൾ. ദുൽഹിജ്ജ 11-ഉം 12-ഉം 13-ഉം ആ ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, എത്ര ശ്രേഷ്ഠമാണ്. ദുൽഹിജ്ജ 13 എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ മാസങ്ങളിലുമുള്ള 13, 14, 15 എന്ന അയ്യാമുൽ ബീദിന്റെ ഗണത്തിൽ പെടുമെങ്കിലും ദുൽഹിജ്ജ 13 അയ്യാമുത്ത് തശ്രീഖിന്റെ ദിവസമായതുകൊണ്ട് അന്നത്തെ ദിവസം നോമ്പനുഷ്ഠിക്കാൻ പാടില്ല. അത് ഹറാമാണ്. അയ്യാമുത്ത് തശ്രീഖ് നോമ്പനുഷ്ഠിക്കൽ ഹറാമാണ്. നോക്കൂ നിങ്ങൾ, ചെറിയ പെരുന്നാൾ അങ്ങനെയില്ല. ചെറിയ പെരുന്നാളിന് ഒരൊറ്റ ദിവസം പെരുന്നാൾ ആഘോഷിച്ചാൽ തൊട്ടടുത്ത ദിവസം മുതൽ നോമ്പ് അനുഷ്ഠിക്കലാണ് ഉത്തമം. 6 നോമ്പ് എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ആ ശവ്വാലിലെ 6 ദിവസത്തെ നോമ്പ് റമദാനിനോട് തുടർത്തിക്കൊണ്ടുപോകലാണ് ഉത്തമം. എന്നാൽ ബലിപെരുന്നാൾ അങ്ങനെയല്ല. ബലിപെരുന്നാൾ കഴിഞ്ഞാൽ, യൗമുൻ നഹർ കഴിഞ്ഞാൽ പിന്നെയുള്ള 3 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കാൻ പാടില്ലാത്ത, പടച്ച റബ്ബിനെ കുറിച്ച് ഓർക്കാനും മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ ഇസ്മായിൽ എന്ന പ്രവാചകനെ ബലിയറുക്കാൻ കൊണ്ടുപോയ സന്ദർഭങ്ങളും അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും മക്കയിൽ കൊണ്ടുപോയി ആക്കിയതും ഹജ്ജിന്റെ വിളംബരവും കഅബയുടെ പടുത്തുയർത്തലുമൊക്കെയായ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഓർക്കാനും വിശ്വാസികൾക്ക് അതിലൂടെ ഈമാനികമായ ഒരു ഉന്മേഷം ഉണ്ടാക്കാനുള്ള ദിവസങ്ങളാണ് അയ്യാമുത്ത് തശ്രീഖിന്റെ ദിവസങ്ങൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാൻ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിന്റെ 28-ാമത്തെ വചനങ്ങളിലൂടെ പറഞ്ഞത്, ലിയശ്ഹദു മനാഫിഅ ലഹും വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആമി ഫഖുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. പ്രവാചകൻ പറഞ്ഞു, അവർ വിശുദ്ധ ഖുർആൻ പറയാൻ, അവർക്ക് പ്രയോജനകരമായ രംഗങ്ങളിൽ അവർ സന്നിഹിതരാകാൻ, അതേപോലെ തന്നെ അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള 4 മൃഗങ്ങളെ നിശ്ചിതമായ ദിവസങ്ങളിൽ അവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബലിയറുക്കുവാനും അതിൽ നിന്ന് ഭക്ഷിക്കുവാനും ചോദിച്ചു വരുന്നവനും പാവപ്പെട്ടവർക്കും അത് വിതരണം ചെയ്യാനുമുള്ള ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്ന പ്രത്യേകമായ 5-6 ദിവസങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ദിവസങ്ങളുടെ സവിശേഷതകളും പ്രത്യേകതകളും ഇസ്ലാം അതിന് നൽകിയിട്ടുള്ള ഭാവങ്ങളും ഇസ്ലാം അതിന് നൽകിയിട്ടുള്ള രീതികളും എല്ലാം മനസ്സിലാക്കി യഥാർത്ഥ വിശ്വാസത്തോടെ യഥാർത്ഥ ആദരവോടുകൂടെ മുഅ്മിനുകളായിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നൊരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. പെരുന്നാൾ എന്നുള്ളത് ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിനരാത്രങ്ങളാണ് നമുക്ക് എന്നറിയാം. മതപരമായി ഇസ്ലാം നമുക്ക് അനുവദിച്ചു നൽകിയിട്ടുള്ള 2 ആഘോഷങ്ങളിൽ പെട്ടതാണ് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. മതപരമായി അത് രണ്ടുമാണ് നമുക്ക് പ്രത്യേകതയുള്ളത്. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതൊന്നും ആഘോഷിക്കേണ്ടതില്ല എന്നുള്ളതല്ല. അതിനൊക്കെ മതപരമായിട്ടുള്ളൊരു ചിട്ട വരുമ്പോൾ വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും മാത്രമാണ് ആ രൂപത്തിൽ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് സുന്നത്തുകൾ പാലിക്കപ്പെടേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ സന്ദർഭങ്ങളും കൂടെയാണ് ഇസ്ലാമിലെ ആഘോഷങ്ങൾ എന്നുള്ളത്. പെരുന്നാൾ ദിവസം ദുൽഹിജ്ജ 10 തലേ ദിവസം നമ്മൾ അറഫ നോമ്പ് അനുഷ്ഠിക്കുന്നു. കണക്ക് പ്രകാരം നമുക്ക് ഞായറാഴ്ചയാണ് അറഫ നോമ്പ്, തിങ്കളാഴ്ചയാണ് ബലി പെരുന്നാൾ, 17-ാം തീയതി തിങ്കളാഴ്ച. ബലി പെരുന്നാളിന് രാവിലെ വീട്ടിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെടുമ്പോൾ പഠിപ്പിച്ച സുന്നത്തുകൾ ധാരാളമാണ്. കുളിക്കൽ സുന്നത്താണ്, സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് മക്റൂഹാക്കപ്പെട്ട സംഗതി കൂടെയാണ്. അവരത് ഉപയോഗിക്കാൻ വിലക്കപ്പെട്ട സംഗതിയാണ്. അത് പെരുന്നാളിന് എന്നല്ല, ഒരു സാഹചര്യത്തിലും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മുന്നിൽ നിന്നും മറഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലും അവർ സുഗന്ധം ഉപയോഗിക്കൽ മക്റൂഹാക്കപ്പെട്ട സംഗതിയാണ്. പുരുഷന്മാർക്ക് അത് സുന്നത്തായി വരുന്ന പല സന്ദർഭങ്ങളുമുണ്ട്. അതുപോലെ തന്നെ വെളുത്തതോ അതല്ലെങ്കിൽ പുതിയതോ ആയ ഏറ്റവും നല്ലതായ വസ്ത്രം ധരിക്കുക. അത് വെള്ള എന്ന് പ്രത്യേകമായൊരു സുന്നത്ത് പെരുന്നാളിനില്ല എന്നുള്ളതാണ്. എന്നാൽ വെള്ളിയാഴ്ച ജുമഅയിലേക്ക് പള്ളിക്ക് വരുമ്പോൾ വെള്ള ധരിക്കൽ സുന്നത്തുമാണ്. പ്രവാചകൻ പഠിപ്പിച്ചത് നിങ്ങൾ വെള്ളിയാഴ്ച കുളിക്കുകയും സുഗന്ധം ഉപയോഗിക്കുകയും വെള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യുക. കാരണം ആ വെള്ള വസ്ത്രത്തിലാണ് നിങ്ങളെ കഫൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. പ്രവാചകൻ പെരുന്നാളിന് പല നിറത്തിലുമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. എങ്കിൽ അവിടെ സുന്നത്തായി വരുന്നത് പുതിയതോ അതല്ലെങ്കിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലതോ. എല്ലാവരും വണ്ടി ചെന്ന് പുതിയ ഡ്രസ്സ് എടുക്കണമെന്നല്ല, എടുക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള വസ്ത്രങ്ങളിൽ ഏറ്റവും പുതിയതായി ഏറ്റവും നല്ലതായിട്ടുള്ള വസ്ത്രം ഏതാണോ അത് ധരിക്കുക എന്നുള്ളത് സുന്നത്താണ്. ചെറിയ പെരുന്നാളിന് വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് അല്ലെങ്കിൽ ഈദ്ഗാഹിലേക്ക് നമ്മൾ പുറപ്പെടുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ പുറപ്പെടൽ. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബലി പെരുന്നാളിന് പുറപ്പെട്ടപ്പോൾ ഭക്ഷണം കഴിക്കാതെയാണ് പുറപ്പെട്ടിരുന്നത്. പിന്നെയുള്ള സാധാരണ മര്യാദകൾ നമുക്കറിയാം. പോരുന്നത് ഒരു വഴിയിലൂടെ, തിരിച്ചു വരുന്നത് വേറൊരു വഴിയിലൂടെ. കുടുംബക്കാരെയും രോഗികളെയും എല്ലാവരെയും സന്ദർശിച്ച് സൗഹൃദ ബന്ധവും കുടുംബ ബന്ധവും സാഹോദര്യ ബന്ധവും ഒക്കെ നിലനിർത്തി പരസ്പരം ആശംസകൾ കൈമാറി പരസ്പരമുള്ള സമ്മാനങ്ങൾ കൈമാറിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുന്നാളുകൾ ആഘോഷിച്ചിരുന്നത്. നമ്മളും അങ്ങനെയാകണം. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പെരുന്നാളിന് നമുക്ക് പണി ഒന്നുമില്ല, ചോറ് കഴിക്കണം, പിന്നെ കുറേ കിടന്നുറങ്ങണം. അങ്ങനെ ഒരു ഉറക്കത്തിൻ്റെ ദിവസമായിട്ട് പെരുന്നാൾ നമ്മൾ മാറ്റാൻ പാടില്ല. സഹോദരങ്ങൾ, കുടുംബക്കാരെ, അതുപോലെ തന്നെ പരസ്പരമുള്ള ബന്ധുക്കളെ ഒക്കെ സന്ദർശിച്ച് അവരുമായിട്ടുള്ള ബന്ധങ്ങൾ പുതുക്കി. രോഗികളായി കിടക്കുന്ന ആളുകളുണ്ടാവും, ഇതുപോലെ ആഘോഷിക്കാൻ താല്പര്യമുണ്ടായിട്ട് ആഘോഷിക്കാൻ കഴിയാതെ പോകുന്നവർ, സാഹചര്യങ്ങൾ പലതും കൊണ്ട് ആഘോഷിക്കാൻ കഴിയാതെ പോകുന്നവർ, അവരെയൊക്കെ നമ്മുടെ സന്തോഷത്തിൽ പങ്ക് ചേർക്കണം. അത് പല നിലക്കും. ചിലപ്പോൾ സന്ദർശനത്തിലൂടെയാകും, ചിലപ്പോൾ അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടാകും, ചിലപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു പുതിയ വസ്ത്രം വാങ്ങിക്കൊടുത്തിട്ടായിരിക്കും. ഏത് രൂപത്തിലാണെങ്കിലും അവരുമായിട്ടുള്ള ബന്ധങ്ങൾ പുതുക്കുകയും പരസ്പരമുള്ള ഹദിയകൾ, സമ്മാനങ്ങൾ, ചെറിയ മക്കൾക്ക്, നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പെങ്ങന്മാർ, ജേട്ടന്മാർ, അനിയന്മാരെ കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടൊക്കെ അത് അവരുടെ ദിവസമാണെന്ന് റസൂൽ പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് അബൂബക്കർ തന്നെ കയറി വരുമ്പോൾ ചെറിയ ചെറിയ കുട്ടികൾ ഇങ്ങനെ ദഫ് മുട്ടിയിട്ട് അവരെങ്ങനെ പാട്ടുപാടുന്നത് കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ദേഷ്യപ്പെട്ടു എന്നാണ്. പ്രവാചകൻ തിരുത്തിയ അബൂബക്കറെ ചൂടാവലട,
ഇന്ന് അവരുടെ ദിവസമാണ്, അവർ ആഘോഷിക്കട്ടെ, അവർ സന്തോഷിക്കട്ടെ എന്നാണ്. അവരുടെ ദിവസങ്ങളാണ്. ആ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്ത് നല്ല രൂപത്തിൽ ആഘോഷിക്കാൻ നമുക്ക് കഴിയണം. സാധാരണ പറയാറുള്ളത് പോലെ ആഘോഷങ്ങളിൽ ഇസ്ലാം വെച്ചിട്ടുള്ളൊരു അതിർവരമ്പുണ്ട്, അതിനപ്പുറത്തേക്ക് വിട്ടുപോകാനും പാടില്ല. ചില ആളുകളൊക്കെ ആഘോഷത്തിൻ്റെ അങ്ങേയറ്റത്തെ കൊടുമുടിയിലെത്തി അന്ന് രാത്രി ആകെ പടക്കം പൊട്ടിക്കലും അതേപോലെ നിസ്കാരം വിട്ടുപിരിയലും അങ്ങനെ തുടങ്ങി ഒരുപാട് തിന്മകൾ അതിലൂടെ പിന്നീട് പതുക്കെ പതുക്കെ കടന്നു വരും. അതൊന്നും ഉണ്ടാകാത്ത രൂപത്തിൽ നല്ല രൂപത്തിൽ പെരുന്നാൾ ആഘോഷിക്കുക. അതുപോലെ തന്നെ ഉദുഹിയത്തിന് ചേർന്ന ആളുകൾ, നമുക്കറിയാം ഉദുഹിയത്ത് എന്നുള്ള ഇബാദത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം പ്രതിഫലം പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു പുണ്യപ്രവൃത്തിയാണ്, പരിശുദ്ധമായ ഒരു കർമ്മമാണ് ഉളുഹിയത്ത്, ബലികർമ്മം എന്നുള്ളത്. അതിന് ഷെയർ ചേർന്ന ആളുകൾ അല്പം കൂട്ടത്തിലുണ്ടാകും. അതേപോലെ തന്നെ ഉളുഹിയത്ത് ഒറ്റയ്ക്ക് ഒരു കന്നിനെ വാങ്ങി ആടിനെ വാങ്ങിയിട്ട് അറുക്കുവാൻ, ബലിയറുക്കുവാൻ ഉദ്ദേശിച്ചവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ ഉളുഹിയത്തിന് തൻ്റെ ഷെയർ കൂടി, അതല്ലെങ്കിൽ താൻ സ്വന്തമായിട്ടാണെങ്കിലും ശരി ഉളുഹിയത്തിന് അറക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അതിൻ്റെ പരിപൂർണമായ കാര്യത്തിലും പൂർണ്ണമായിട്ടും ഇടപെടുകയും വേണം. നമ്മൾ രാവിലെ പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് ഇത് പറയാന്ന് വെച്ചാൽ ഇനി പെരുന്നാൾ വരാമല്ലോ, അന്ന് നമുക്ക് ചിലപ്പോൾ പറഞ്ഞോളൊന്നുണ്ടാവില്ല. ആ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞവന് പള്ളി പോയി അറക്കുന്നോടത്തൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് അറുത്തൽ കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കൂലിപ്പണിക്കാരെ ഏൽപ്പിച്ച് നമ്മൾ വീട്ടിൽ പോയിട്ട് ചോറും വെച്ച് കിടന്നുറങ്ങുന്ന സിസ്റ്റം ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ട് അവിടെ ആ ബലിമൃഗത്തിൻ്റെ ഇറച്ചി മുറിക്കാനും. കാരണം ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ സ്വന്തം മകനെ അറുക്കുവാൻ കൊണ്ടുപോയ സന്ദർഭത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇബ്രാഹിമെ വേണ്ട, നീ നിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു, നീ നിന്റെ മകന് പകരമായിക്കൊണ്ട് ഒരു മൃഗത്തെ അറുത്തുകൊള്ളുക എന്ന് പറയുമ്പോൾ ആ മൃഗത്തോട് നമുക്കൊരു ബന്ധം വേണം. ആ മൃഗത്തോട്, ബലിയറുക്കുന്ന മൃഗത്തോട്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കി എൻ്റെ സമ്പത്ത് കൊടുത്ത് ഞാൻ വാങ്ങിയ ഈ മൃഗത്തെ അറുക്കുന്നതും അതിൻ്റെ മാംസം വീതം വെക്കുന്നതും അതിൻ്റെ മാംസത്തിന്മേൽ അതിൻ്റെ കത്തി വെക്കുന്നതും എല്ലാം നമ്മുടെ സാന്നിധ്യത്തിലാവണം. നമ്മളതൊരാളെ ഏൽപ്പിച്ചിട്ട് ഞാൻ 3 മണിക്ക് ബക്കറ്റും കൊണ്ടുവരാം എൻ്റെ ഷെയർ എടുക്കാൻ എന്ന് പറഞ്ഞു ഉലൂഹിയത്തിൻ്റെ ഷെയർ കൂടി ആളുകൾ അങ്ങനെ തിരിഞ്ഞു പോയാൽ പോരാ. അതിൻ്റെ ബാക്കി കാര്യങ്ങളിലും അതിൻ്റെ അറിവുകളിലും അതിൻ്റെ മറ്റെല്ലാ സംഗതികളിലും നമ്മളും കൂടെ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ